Hi dears and welcome to a brand new episode of Nutties blog. അപ്പോൾ ഇന്നത്തെ വീഡിയോ തികച്ചും സ്പെഷ്യലാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇപ്പോൾ എന്താ നമ്മൾ പറയാൻ പോകുന്നത്, എന്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. മോസ്റ്റ് ഓഫ് യു വിൽ ബി അവെയർ ഓഫ് ഓൾ ദീസ് തിങ്സ്. സ്റ്റിൽ ഇതറിയാത്തവർക്കായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തിനെ പറ്റിയാണെന്ന് വെച്ചാൽ 2022 PG അഡ്മിഷൻസിനെ പറ്റിയാണ്. അപ്പോൾ PG അഡ്മിഷൻസ് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസിന് വിളിക്കാറുണ്ട്. പിന്നെ കോമൺ ആയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൻ്റെ എക്സാംസ് നടക്കാറുണ്ട്. പിന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിൽ യൂണിവേഴ്സിറ്റി സെൻറ്ററിലേക്ക് സെപ്പറേറ്റ് എക്സാംസ് ഉണ്ട്. പിന്നെ മെറിറ്റ് ബേസ്ഡ് ആയിട്ട് കുറേ അഡ്മിഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ PG അഡ്മിഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ വരെ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വേറെ അപ്ലിക്കേഷൻ കൊടുക്കണം, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വേറെ അപ്ലിക്കേഷൻ കൊടുക്കണം, മറ്റൊരു നാഷണലൈസ്ഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ സെപ്പറേറ്റ് അപ്ലിക്കേഷൻ കൊടുക്കണം. ഇനി ഇതൊന്നും അല്ലാതെ മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോമൺ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് കോളേജസിലേക്ക്, എയ്ഡഡ് കോളേജസിലേക്കും ഗവൺമെൻറ് കോളേജസിലേക്കും അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരുപാട് രീതികളുണ്ട് PG അഡ്മിഷനായിട്ട്. അപ്പോൾ കുറേ കാലമായി നമ്മൾ കേൾക്കുന്നു ഇതൊക്കെ കൂടി സെൻട്രലൈസ് ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ ഒറ്റ അപ്ലിക്കേഷനിൽ ഇതെല്ലാ കാര്യങ്ങളും നടക്കുമെന്നൊക്കെ നമ്മൾ കുറേ കാലമായി കേൾക്കുന്നു. അപ്പോൾ ലാസ്റ്റ് ഇയർ അത് ഏകദേശം റെഡിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റിൽ അത് മാറ്റിയിട്ട് കുറച്ച് യൂണിവേഴ്സിറ്റീസ് മാത്രം എക്സാം നടക്കുകയുണ്ടായി. ഈ ഇയർ ഇതിനൊക്കെ ഒരു മാറ്റം വന്നിട്ട് 42 യൂണിവേഴ്സിറ്റീസ് ഒന്നിച്ചൊരു എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 42 യൂണിവേഴ്സിറ്റീസിലേക്ക് നിങ്ങൾ ഒറ്റൊരു അപ്ലിക്കേഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. അപ്പോൾ ഈ എൻട്രൻസ് ടെസ്റ്റിന് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 42 യൂണിവേഴ്സിറ്റീസിലേക്കാണ് നിങ്ങൾ അപ്ലിക്കേഷൻ പോകുന്നത്. അവിടെ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് യൂണിവേഴ്സിറ്റി വേണം, എങ്ങനെ വേണം, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഒറ്റ സിംഗിൾ വിൻഡോ അപ്ലിക്കേഷനാണ് വരുന്നത് 42 യൂണിവേഴ്സിറ്റീസിലേക്ക്. സോ വെൽക്കം ടു ദിസ് വീഡിയോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, എനിവേ ആൻഡ് ഓൾസോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്തില്ലെങ്കിലും ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് പേര് ഡേറ്റൊക്കെ മിസ്സാവും, ഇങ്ങനത്തെ എൻട്രൻസ് ടെസ്റ്റിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റൊക്കെ മിസ്സാവും. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരാതിരിക്കട്ടെ, നിങ്ങൾ എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൻ്റെ സൈറ്റിലാണ്. ഈ എൻട്രൻസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും NTA ടെസ്റ്റുകൾ. അപ്പോൾ NTA ആണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. May 19 അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, 19 May 2022. സോ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. വെബ്സൈറ്റ് ഇതാണ്, CUET.NTA.NIC.in. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്യുക, CUET.NTA.NIC.in. അപ്പോൾ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ലൈവ് ആണെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിൽ രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. രജിസ്റ്റർ ഫോർ CUET PG, യു ക്യാൻ രജിസ്റ്റർ ദേ. ഇനി നമുക്ക് കുറച്ച് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും കാണാം. ഇത് പബ്ലിക് നോട്ടീസ് വന്നതാണ്, ലൈക്ക് CUET കോൾ ഫോർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ CUET 19 May മുതൽ 18 June വരെയാണ് അപ്ലിക്കേഷൻ വരുന്നത്. 19/5/2022 to 18/6/2022 ആണ് അപ്ലിക്കേഷൻ ഡേറ്റ്സ്. പിന്നെ അത് നമ്മൾ കണ്ടു. ലാസ്റ്റ് ഡേറ്റ് ഫീ പേയ്മെൻറ്റിനൊക്കെ വരുന്ന ലാസ്റ്റ് ഡേറ്റ് 19/6/2022 11:50 PM വരെയാണ്. പിന്നെ നിങ്ങൾക്ക് അപ്ലിക്കേഷനിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ കറക്ഷനുള്ള ഡേറ്റും ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്, 20 to 20 to 22. ഓക്കെ, June 20 June 22 ഇടയിൽ നിങ്ങൾക്ക് കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും. എക്സാമിനേഷൻ 2 ഷിഫ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഷിഫ്റ്റ് 1 ആവാം, 2 ആവാം. ഷിഫ്റ്റ് 1 10 AM to 12 PM ആണ് ടൈം വരുന്നത്. ആൻഡ് ഷിഫ്റ്റ് 2 യു ഹാവ് 3 PM to 5 PM. അപ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി ലാംഗ്വേജസിൽ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരിക്കും. വെബ്സൈറ്റ് നമ്മൾ കണ്ടു, CUET.NTA.NIC.in. അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറുക. അപ്പോൾ ഇതൊക്കെയാണ് ഇനി പറയാനുള്ളത്. അപ്ലിക്കേഷൻ ഡേറ്റ് നമ്മൾ കണ്ടു. അപ്ലിക്കേഷൻ ഫീ
അപ്ലിക്കേഷൻ ഫീ ജനറൽ കാൻഡിഡേറ്റ്സിന് ഒരു പേപ്പർ ടെസ്റ്റ് പേപ്പർ എഴുതാനായിട്ടുള്ള അപ്ലിക്കേഷൻ ഫീ 800 റുപ്പീസ് ആണ്. OBC ആണെങ്കിൽ 600, OBC NCL അല്ലെങ്കിൽ ജനറൽ EWS ആണെങ്കിൽ 600, SC ST തേർഡ് ജെൻഡർ ആണെങ്കിൽ 550, PWBD ആണെങ്കിൽ 500. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടെസ്റ്റ് പേപ്പർ എഴുതാനായിട്ട് നിങ്ങൾക്ക് വരുന്ന അപ്ലിക്കേഷൻ ഫീ. നിങ്ങൾക്ക് മാക്സിമം 3 ടെസ്റ്റ് പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ അഡീഷണൽ പേപ്പറിനും നിങ്ങൾ കൊടുക്കേണ്ട ഫീ ആണ് ഈ സെക്കൻഡ് കോളത്തിൽ കാണുന്നത്. അപ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സിന് പെർ എക്സ്ട്രാ ടെസ്റ്റ് പേപ്പർ യു ഹാവ് ടു പേ 200 റുപ്പീസ്. OBC NCL ജനറൽ EWSകാർ 150 റുപ്പീസും, SC ST തേർഡ് ജെൻഡർ 150 അഗെയിൻ, PWBD 150 അഗെയിൻ. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫീ വരുന്നത്. ഇത് വിത്തിൻ ഇന്ത്യ വരുന്ന അപ്ലിക്കേഷൻ ഫീ ആണ്. ഇഫ് യു ആർ ഔട്ട്സൈഡ് ഇന്ത്യ ഓരോ ടെസ്റ്റ് പേപ്പറിനും 3 ടെസ്റ്റ് പേപ്പേഴ്സിന് നിങ്ങൾക്ക് വരുന്നത് 4000 റുപ്പീസ് ആണ്. പിന്നെ അഡീഷണൽ ടെസ്റ്റ് പേപ്പറിന് 1000 റുപ്പീസ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞതിൽ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഈ ഫസ്റ്റ് പറഞ്ഞത് അപ്ലിക്കേഷൻ ഫീ അപ് ടു 3 ടെസ്റ്റ് പേപ്പേഴ്സിനുള്ള അപ്ലിക്കേഷൻ ഫീ ആണ് 800, 600, 550, 500 എന്നൊക്കെ പറയുന്നത്. പിന്നെ പെർ അഡീഷണൽ ടെസ്റ്റ് പേപ്പർ പേ ചെയ്യേണ്ട എമൗണ്ട് ആണ് 200, 150. ഓക്കെ, ദെൻ വാട്ട് എൽസ്? ഇതൊക്കെ നമ്മൾ കണ്ടില്ലേ, ഡേറ്റ് ആൻഡ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്ലിക്കേഷൻ ഫീ വന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് ഈ ഒരു അപ്ലിക്കേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ഈ CUET എക്സാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. എക്സാമിനേഷൻ വരുന്നത് 2 hour ആണ്, 120 minutes. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, NTA യൂഷ്വലി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ തന്നെയാണ് നടത്താറ്. കറക്ഷൻ ഇൻ ആപ്ലിക്കേഷൻ ഫോം 20 June to 22 June. പിന്നെ അഡ്മിറ്റ് കാർഡ് വരുന്നതും പിന്നെ എക്സാമിനേഷൻ ഡേറ്റും കാര്യങ്ങളും ഒക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. സോ സി യു there. Take care. Thank you.